ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻറ്റ്യൂട്ടീവ്ലി എനിക്ക് തോന്നിയതാണ് ഒരു സന്തോഷ വാർത്ത, എന്തോ ഒരു സന്തോഷ വാർത്ത വരുന്നതായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും എന്ത് സന്തോഷ വാർത്തയാണ് ഉടൻ നിങ്ങളെ തേടി വരുന്നത്, നമ്മളെ തേടി വരികയാണ് എന്തോ ഒരു സന്തോഷ വാർത്ത, അതെന്താണ് എന്നറിയാം. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നോക്കാം, നമുക്ക് എന്താണ് സന്തോഷ വാർത്ത, എന്താണ് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ്, നിങ്ങളെ തേടി വരുന്ന ഏറ്റവും വളരെ വലിയൊരു സന്തോഷ വാർത്തയാണ്. നമ്പർ 4 ഫെയിം ഫൗണ്ടേഷനാണ്. ഇവിടെ ഫെയിം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വരുന്നു എന്ന് മാത്രവുമല്ല, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെയും മറികടക്കാനുള്ള എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും മറ്റൊരു സംഭവം, അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ വർധനവാണ്. നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മണി ബ്ലോക്ക് മാറണമെങ്കിൽ എന്താണ്, നിങ്ങൾക്കിവിടെ റൂട്ട് ചക്രയെ ആക്റ്റീവാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. റൂട്ട് ചക്രയുടെ റെഡ് കളർ, ഇവിടെ നിങ്ങൾക്ക് റൂട്ട് ചക്രയെ ആക്റ്റീവാക്കി എടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടുകയും ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വരാനുള്ളത് നല്ലതുപോലെ ആരോഗ്യം ഉണ്ടാകുന്നു. അതുപോലെ നിങ്ങളുടെ ഹെൽത്തിന്, നിങ്ങളുടെ വെൽത്തിന്, നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനും സാധിക്കുന്നു. ഇത്രയും അവസ്ഥകളിലേക്ക് നീങ്ങുമ്പോഴാണ് നിങ്ങളിലേക്ക് സാമ്പത്തികം ധാരാളമായിട്ട് വന്നു ചേരുന്നത്. അപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഫ്ലോ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഇതുവരെ നിങ്ങൾക്ക് തടസ്സപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ നല്ല ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇരുന്നതാണ്, നല്ലതുപോലെ സാമ്പത്തികം വന്നിട്ടുണ്ടാവാം. അവിടെയൊക്കെ നിങ്ങൾക്കൊരു തടസ്സം ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു തടസ്സം വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും അധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാകാം ഈ ഒരു സമയത്ത്. ഇതിനെ നിങ്ങളൊന്ന് ബിൽഡപ്പ് ചെയ്യാൻ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാവാം. ഈ ഒരു പരിശ്രമം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, എന്തിനേയും മറികടക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഉത്സാഹം വർദ്ധിച്ച് നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഏതൊരു ജോലിയിലാണോ നിങ്ങളിപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്, ആ ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഉത്സാഹത്തോടു കൂടി അത് ചെയ്യാനും അതിലൂടെ ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാനും നല്ലൊരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു, നല്ലൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു, വളരെയധികം പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുവഴി ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി, നമ്പർ 4 ആണ് കണ്ടില്ലേ, ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പലപ്പോഴും സ്റ്റെബിലിറ്റി ഇല്ലാത്തത് എന്തിൻ്റെ കുറവ് കൊണ്ടാണ്? സാമ്പത്തികത്തിന്റെ കുറവ് കൊണ്ടാണ്, അല്ലെ? ഇപ്പോൾ ഇവിടെ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ കഴിയുമ്പോൾ, ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും മുന്നിലുള്ള പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ മുന്നിലൊരു വലിയ മലയാണ് കാണുന്നത്, കണ്ടില്ലേ? ഒരു വലിയ മലയെന്ന് പറയുമ്പോഴാണ് വലിയ ഒരു പ്രശ്നം നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നതിൻ്റെ ഉദാഹരണമാണ്, അതിൻ്റെ ലക്ഷണമാണത്.
ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്, ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് നിങ്ങൾക്ക്. ഇതുവരെ മടി പിടിച്ചിരുന്നിട്ടുണ്ടാവാം, അല്ല എങ്കിൽ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല ഒരു അനുഗ്രഹമാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഏറ്റവും നല്ല അനുഗ്രഹമാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഐശ്വര്യം നിങ്ങൾക്ക് വരുന്നത്, സമൃദ്ധി വരുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്റ്റെബിലിറ്റി വരുന്നു. നമുക്ക് ടാരോ കാർഡ്സ് നോക്കാവേ. ഇവിടെ ഐശ്വര്യമാണ്, കണ്ടില്ലേ? ഇത് ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റീവ് എനർജിയുടെ കഴിവാണിത്. ഒരു ക്രിയേറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത്. ഇതാണ് നിങ്ങൾക്ക് സമൃദ്ധമായി ലഭിക്കുന്നത്. ഈ ഒരു ക്രിയേറ്റീവ് എനർജി നിമിത്തം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്. അത് ഏത് കാര്യത്തിലും. ഇത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനാവാം, ഇവിടെ ഒരു പ്രണയം തുടങ്ങാനാവാം. ഇനി ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്റ്റ് ആണ്? സാമ്പത്തികവുമായിട്ട് കണക്റ്റ് ആണ്. ലവ് എപ്പോഴും ഫിനാൻസുമായിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. രണ്ടിനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. മനസ്സിലായോ? സാമ്പത്തികം മാത്രം ഉണ്ടായിട്ട് പറ്റില്ല, ലവ് മാത്രം ഉണ്ടെങ്കിലും പറ്റില്ല. രണ്ടും കൂടി കണക്ട് ആയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വീണ്ടും വീണ്ടും വന്നു ചേരുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഫിനാൻസ് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ചേരാൻ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും. പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തികത്തിന്റെ കുറവ് കൊണ്ടാണ്. പാർട്ട്ണർ ഇട്ടിട്ട് പോകുന്നത് അവരുടേതായ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പറ്റുകയില്ല എങ്കിൽ അവർക്ക് അവിടെ നിരാശയാണ്. ആ ജീവിതം അവിടെ വഴക്കും ബഹളവും ഒക്കെയാവും. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫിനാൻസ് പരമായ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു, ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നു. ഈ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കണക്ഷനും വരാൻ തുടങ്ങുന്നു. ഇതാണ് ജീവിതത്തെ കൂടുതൽ പെർഫെക്റ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്നും പിണങ്ങിപ്പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും സാധ്യതയുണ്ട്. നിങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം. ഇങ്ങനെ ഏത് കണക്ഷൻ ആയാലും നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട് ഇവിടെ. ഇത് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ സ്വപ്നം കണ്ടിട്ടുള്ളതാവാം. ഈ ഒരു പാർട്ട്ണർ വന്നു ചേരുന്നതോടുകൂടിയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കൂടെ ചേരുമ്പോൾ അവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ് ഐശ്വര്യത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്താ നോക്കാം. അടുത്തായിട്ട് ട്രാപ്ലിംഗ് ഫിയർ ആണ്. നിങ്ങൾ പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഇപ്പോൾ ഫിയർ അനുഭവിച്ച് കഴിയുകയാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കിനി മുന്നോട്ടൊരു ജീവിതമില്ല, അല്ലെങ്കിൽ മുന്നോട്ടൊരു സക്സസ് വരില്ല, തനിയെ വിധി എഴുതി കാത്തിരിക്കുകയാണ്. ഇവിടെ ഒന്നിനും കൊള്ളിക്കില്ല എന്ന് തനിയെ വിധി എഴുതി ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള എനർജിയിലാവണം. ട്രാപ്ഡ് ഇൻ ഫിയർ. കണ്ടില്ലേ? പേടിച്ചിട്ട് ഒരു മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. ഇരുണ്ട മുറിയിൽ, ഇരുളടഞ്ഞ മുറിയിൽ. കാരണം മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി. ഇനി മുന്നോട്ട് എനിക്ക് പറ്റില്ല എന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്പർ 8 ആണ്. പക്ഷെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വെളിച്ചം കാണുന്നുണ്ട്. ആ വെളിച്ചത്തെ സ്വീകരിക്കാനുള്ള മനസ്സ് വേണം, അതിനുള്ള ഒരു കഴിവുണ്ടാകണം, അതിനുള്ള ഒരു ബുദ്ധി ഉണ്ടാവണം.
ബുദ്ധി പ്രവർത്തിക്കണം. കാരണം വെളിച്ചം വരുമ്പോൾ കതക് തുറന്ന് ആ വെളിച്ചത്തെ സ്വീകരിക്കാനുള്ള എനർജി ഉണ്ടാവണം. അല്ലാതെ വെറുതെ കതകടച്ച് ഇരുന്ന് ആരെയും കാണണ്ട, ഞാൻ ഭീരുവാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി മുഴുവനും ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് വരാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാതെയാവും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം കേപ്പബിൾ. ഞാൻ കഴിവുള്ള വ്യക്തിയാണ്. ഞാൻ പരിശ്രമിച്ചാൽ എന്നെ കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ഇതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. ജീവിതത്തിലേക്ക് വരുന്ന വെളിച്ചത്തെ സ്വീകരിക്കാൻ തയ്യാറാവണം. വരുന്ന ആ വിജയമാണ് നമ്മുടെ വെളിച്ചം എന്ന് പറയുന്നത്. ഹാപ്പിനെസ്സിനെ സ്വീകരിക്കുക. നിരാശപ്പെട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ പരാജിതനാണെന്നുള്ള ഭാവത്തോടു കൂടി ഇരുന്നിട്ടോ യാതൊന്നും നേടാൻ പറ്റില്ല. ഒരു നിമിഷം അങ്ങനെ മനസ്സ് പറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നിമിഷം നിങ്ങൾ ഇവിടെ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് മുഴുകാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈശ്വര വിശ്വാസവും അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനവും ഉണ്ടാവണം. പലരും പറയും കഠിനാധ്വാനം ഒന്നും ചെയ്യേണ്ട, വെറുതെ വിജയം ഇങ്ങ് വരുമെന്ന്. വെറുതെയാ, നമ്മൾ പരിശ്രമിക്കാതെ ഒരു വിജയവും നമുക്ക് വരില്ല. അത് ചിലപ്പോഴൊക്കെ ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും വിജയം വന്നു വന്നിരിക്കട്ടെ, അതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്. അതിന് ആ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിച്ചില്ല എങ്കിൽ ആ കിട്ടിയ ഭാഗ്യം കൂടെ പോകും. മനസ്സിലായ? അതുകൊണ്ട് എല്ലായ്പ്പോഴും നമുക്ക് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രവൃത്തിയെ കൊണ്ടുവരിക ജീവിതത്തിൽ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കണം ആദ്യം തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇവിടെ നിന്നും ചാടി എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവൃത്തിയിലേക്ക് മുന്നോട്ടിറങ്ങുക. യൂണിവേഴ്സിൽ ഒരു വിശ്വാസം കൊടുക്കുക. ഞാൻ വിജയിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഞാൻ വിജയിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഞാൻ വിജയിയാവും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത്. എന്തിനാണ് നിങ്ങളിവിടെ കണ്ടില്ല? 7 of Swords ആണ്. നിങ്ങൾക്ക് എന്തോ ചീറ്റിംഗ് പറ്റി, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ട്. സാമ്പത്തികപരമാവാം, ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം. എവിടെ നിന്നോ നിങ്ങൾക്കൊരു ചീറ്റിംഗ് വന്നിട്ടുണ്ട്, ഒരു വിശ്വാസ വഞ്ചന വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ എങ്ങനെയായാൽ തന്നെ, ഇനി എന്ത് പ്രശ്നമാണെങ്കിൽ തന്നെയും നിങ്ങൾ വാശിയോടുകൂടി വിജയത്തിലേക്ക് വരികയാണ് വേണ്ടത്. ആ വ്യക്തി ഇല്ല, അല്ലെങ്കിൽ ആ സാഹചര്യം ഇല്ല, അതെനിക്കിപ്പോൾ ഒരു പരാജയം സംഭവിച്ചു, ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ നിന്ന് മുന്നോട്ട് വരികയാണ് വേണ്ടത്. വളരെയധികം പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരിക തന്നെ വേണം. മനസ്സിലായോ? ഒരു വ്യക്തിയുടെ സ്നേഹം ലഭിച്ചില്ല, അപ്പോൾ വിചാരിക്കണം എനിക്ക് ഈ വ്യക്തി എൻ്റെ ഡെസ്റ്റിനിയിലുള്ളതല്ല, അതുകൊണ്ടാണല്ലോ അവർ പോയത്, അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ പറ്റിയതല്ല എങ്കിൽ ഇതെന്റെ കർമ്മയാണ് എന്ന് മാത്രം വിചാരിച്ച് സമാധാനപ്പെടുകയാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം ഇനി. കണ്ടില്ലേ? മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി. നിങ്ങളിലേക്ക് ഐശ്വര്യം വരാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ വളരെ നല്ല മാറ്റമാണ്. ഇവിടെ ഐശ്വര്യം കണ്ടില്ലേ? നിങ്ങൾക്ക് 6 ആണ്, നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. ഒരു മാറ്റം വരും നിങ്ങൾക്ക് ഇവിടെ. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഈ ഐശ്വര്യം, അത് ഭൗതികപരമായാലും അതുപോലെ തന്നെ ആത്മീയപരമായാലും നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ കൊണ്ട് തരുന്നു, ഐശ്വര്യത്തെ കൊണ്ട് തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല പ്രശ്നങ്ങളെയും നിങ്ങൾ മറികടന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐശ്വര്യം ഉണ്ടാകും. പല വിധത്തിലുള്ള പരാജയങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് സ്പിരിച്വൽ വേയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. മനസ്സിലായി? അല്ലാതെയും ഉണ്ടാവാം, പക്ഷെ പലർക്കും ഇങ്ങനെയാണ് കാണുന്നത്. അനുഭവങ്ങളാണ് മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അനുഭവം ഉണ്ടാകണം, ഇല്ല എങ്കിൽ മുന്നോട്ട് വരാൻ പറ്റില്ല.
ഇവിടെ ധാരാളമായിട്ട് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞില്ലേ, സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സക്സസ് വരാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ അടിക്കടി തോൽവി സംഭവിക്കുമ്പോൾ കുറച്ചൊന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാൻ തുടങ്ങണം. അങ്ങനെ കണക്റ്റ് ആവുമ്പോഴാണ് മറ്റേ ത്രാസ് കൂടി കുറച്ച് ഒന്ന് ബാലൻസ് ആവുന്നത്. മനസ്സിലായോ? അങ്ങനെ വേണം മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സക്സസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്, ഇത്തരത്തിലുള്ള ഒരു ഐശ്വര്യത്തിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ 7 ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ല? അപ്പൊ ഇവിടെ കടുത്ത വെല്ലുവിളികളെ നേരിട്ടാണ് ഈ ഒരു സക്സസ്സിലേക്ക് വരുന്നത്. ഇവിടെ കടുത്ത വെല്ലുവിളികളെ നേരിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പേരുടെ പ്രശ്നങ്ങളെ മറികടന്നിട്ട് ഒരുപാട് പേർ തനിക്ക് നേരെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടാണല്ലോ ഇവിടെ ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറഞ്ഞ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർ തന്നിലേക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ആരോപിക്കുന്ന കുറ്റങ്ങളുണ്ട്. ഇതിലൊക്കെയും സങ്കടപ്പെട്ടിരിക്കാതെ മുന്നോട്ട് വരിക. ഇവിടെ അതിനെയൊക്കെ തടുത്തു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തടുത്തു നിർത്തുമ്പോഴാണ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഐശ്വര്യം ഉണ്ടാവുന്നത്. അല്ലാതെ വെറുതെ എന്തും വന്നോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പരാജയത്തിലേക്ക് വീണ്ടും പോയിക്കൊള്ളുകയാണ് ചെയ്യുന്നത്. റിയാലിറ്റിയിലേക്ക് വരണം. റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അവിടെയാണ് പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവുന്നത്. മനസ്സിലായോ? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രതിരോധിക്കണം, വിജയിക്കാൻ ശ്രമിക്കണം, അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരണം, അത് കണ്ടെത്തണം. അതിന് സ്പിരിച്വൽ ആയിട്ടുള്ള മാർഗമാണ്, ആത്മീയ മാർഗമാണ് ഏറ്റവും നല്ലത്. ആ ഒരു വിശ്വാസം കൂടി ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ല? നിങ്ങളിപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ യാത്രയാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യത്തെ കൊണ്ടുതരുന്നതാണ്. ഏറ്റവും വലിയ ഒരു സക്സസ്സിലേക്കാണ് നിങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. വന്നിരിക്കുന്ന പരാജയങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റെബിലിറ്റി വരാൻ തുടങ്ങുന്നുണ്ട് ജീവിതത്തിൽ. ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾക്ക് സഹായകമാണ്. ഈ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് പുതിയ തുടക്കം കൊണ്ടുതരുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു വീടായി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്ത വരുമ്പോൾ അത് ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കും. അതൊരു ജീവിതത്തിന്റെ പുതിയ തുടക്കം തന്നെയാണ്. അങ്ങനെ സന്തോഷമായിട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. അവിടെയാണ് ഒരു പുതിയ തുടക്കം വരുന്നത്. ഇവിടെ സ്റ്റെബിലിറ്റി വന്നിരിക്കുന്നു, ഇവിടെയാണ് നിങ്ങൾക്ക് പുതിയ തുടക്കം വന്നിരിക്കുന്നത്. ഇതൊരു വളരെ നല്ല എനർജിയാണ്. ഇത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. ഈ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കാരണം സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കൂടുതലായിട്ടും കാണുന്നത്. സ്റ്റെബിലിറ്റി, ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ് ഇവിടെ. റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ്. നമ്പർ 3 ആണ്. ബ്ലെസ്സിങ്സ് ആണ്. വ്യാഴത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, ജീവിതം തന്നെ ഒരു ആഘോഷമാക്കി മാറ്റുക. അതാണ് വിജയികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം. അവർ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കാര്യം എന്താണ്? ജീവിതം തന്നെ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റുക. കിട്ടിയ ചെറിയ ചെറിയ സന്തോഷങ്ങളെ ആഘോഷമാക്കി മാറ്റുക.
അല്ലാതെ വരാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളെ ഓർത്തിട്ട് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ സന്തോഷം കണ്ടെത്താൻ കഴിയുമോ? എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഞാനതൊരു വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിച്ചാണ്, പക്ഷെ അത് നേടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ കോടികളുടെ ഫ്ലാറ്റ് വാങ്ങിക്കേണ്ടതായിരുന്നു, അത് പറ്റിയില്ലല്ലോ. ഇതൊന്നും ഓർത്തിട്ട് വിഷമിച്ചിരിക്കേണ്ട ആളല്ല നിങ്ങൾ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ചില സന്തോഷങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ചെറിയൊരു ജോബ് കിട്ടി, അതിലൊക്കെ വളരെ വലിയ സന്തോഷം കൊണ്ടാടുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ജീവിതം തന്നെ സെലിബ്രേഷനാക്കി മാറ്റുക. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒത്തിരി പേരുമായിട്ട് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു അവസരം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലും ജോബ് ലഭിക്കാനായിരിക്കാം, കാത്തിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കാം. ചിലപ്പോൾ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് അത് ലഭിക്കാം, വാഹനത്തിന്റെ കാര്യത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാം, കുട്ടികൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് നടക്കാൻ വേണ്ടിയാവാം. ഇനി എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളിലേക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിലായോ? ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഭൗതികതയെ കുറച്ചൊക്കെ വെടിഞ്ഞിട്ട് ആത്മീയതയിലേക്ക് പോകുന്ന എനർജിയാണിത്. ഉൾവെളിച്ചത്തിലൂടെ ഇൻസൈറ്റ് വർദ്ധിച്ചു വരുന്ന ഒരു സമയം. ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ അത് ഒരുപാട് സെലിബ്രേഷന് വഴി വരുത്തും, അല്ലെങ്കിൽ വഴി ഉണ്ടാക്കുന്നതാണ്, വഴി തുറക്കുന്നതാണ്, അതിന്റെ സെലിബ്രേഷനുള്ള അവസരങ്ങളെ തരുന്നതാണ് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന അതോറിറ്റിയാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതോറിറ്റി വരുന്നുണ്ട്, അതോറിറ്റി പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ ഓറ വളരെയധികം ശക്തമാകുന്നു, വളരെയധികം ക്ലിയർ ആവുകയാണ് ഇവിടെ. അതോടുകൂടി എന്താണ്, നിങ്ങളുടെ ഹെൽത്തും വെൽത്തും എല്ലാം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു താരമായിട്ട് തിളങ്ങാൻ പറ്റുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി തരുന്നത്. നിങ്ങളെ ലീഡറായിട്ട് മറ്റുള്ളവർ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവണം. അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളൊരു അധികാരിയായിട്ട് മറ്റുള്ളവർ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് തക്കതായ കഴിവുകൾ നിങ്ങളിൽ ഉണ്ടാവണമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനം വഹിക്കാനുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോഴിവിടെ വന്നിരിക്കുന്നത്. നമ്പർ 4 ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഫെയിം ഫൗണ്ടേഷൻ വന്നിരിക്കുന്നത് നമ്പർ 4 ആണ്. ഇവിടെയും അത് തന്നെ സ്റ്റെബിലിറ്റിയാണ് കുറിക്കുന്നത്. ജീവിതത്തിൽ നല്ല ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഉയർന്ന ഒരു പദവിയിലേക്ക്, ചിലപ്പോൾ ഏതെങ്കിലും ഉയർന്ന പദവിയുള്ള ജോലിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ജോലിയിലൊരു പ്രമോഷൻ ലഭിക്കാം. അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശംസയും ആദരവും ഒക്കെ പിടിച്ചു പറ്റാനുള്ള കഴിവുണ്ടാകുന്നു. അല്ലെങ്കിൽ മറ്റ് പല ജോലികളും പലരും നിങ്ങളെ ഏൽപ്പിക്കുന്നതാവാം. കാരണം നിങ്ങൾക്കതിന് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ അതിന് വിനിയോഗിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങളെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുമല്ല എങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് വളരെ വലിയ ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താവാം, അല്ലെങ്കിൽ വീട്ടിലാവാം, നിങ്ങളുടെ കുടുംബത്തിലാവാം, സമൂഹത്തിലാവാം, എവിടെയായാലും ശരി. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് കൂടുതലായിട്ട് സക്സസ് വരുന്നതാവാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഫെയിം ഫൗണ്ടേഷൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു സക്സസ്സിലേക്ക് നീങ്ങുന്നതാണ്. ഇവിടെ പുതിയൊരു തുടക്കം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതോറിറ്റി പവറിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നുണ്ട്. ഡബിൾ 4 വന്നിട്ടുണ്ട്. ഡബിൾ 4, ട്രിപ്പിൾ 4 ഒക്കെ കാണുന്നവരിന്ന് ക്ലെയിം ചെയ്യണേ. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ മറക്കല്ലേ.
ടാരോ കാർഡ്സ് നോക്കട്ടെ. ആണല്ലേ, 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നു. എല്ലാത്തിലും നിങ്ങൾക്കൊരു വിജയത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നു. എക്സാമിനേഷൻ എഴുതിയോ, നിങ്ങൾക്ക് അവിടെ വിജയം. ഇന്റർവ്യൂസിൽ പങ്കെടുത്തിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്ക് വിജയം. നിങ്ങൾ ഏതെങ്കിലും മറ്റേതെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ മറ്റ് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു വിജയം നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവാർഡ്, റിവാർഡ് ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസിനെ കുറിക്കുന്നതാണ്. ഇവിടെ ഇൻഡ്യൂഷൻ കണ്ടില്ലേ, ഈ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇൻസൈറ്റ് വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഇൻസൈറ്റ് വർദ്ധിച്ചു വരുന്ന എനർജിയാണ്, അത് നിങ്ങൾ കൂട്ടിയെടുക്കണം. കുറച്ചുകൂടി കൂടുതലായിട്ട് ഇതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അതായത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുറച്ച് സൈലൻസിൽ ഇരിക്കുക. ഈ സൈലൻസിൽ നിന്നുമാണ് ഓരോ കാര്യങ്ങളും സക്സസ്സിലേക്ക് പോകുന്നത്. നമ്മൾ കുറച്ച് സൈലൻസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഒരു വെളിപാട് പോലെ പല കാര്യങ്ങളും ലഭിക്കുന്നതാണ്. പല സൂചനകൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ലഭിക്കും. ചിലപ്പോഴൊക്കെ വീഡിയോയുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സൈലൻസിലൂടെയാണ് നമുക്കത് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇങ്ങനെ ഒരു എനർജിയാണ് എനിക്കിന്ന് ലഭിച്ചത്. മനസ്സിലായി? ഈ ഒരു സന്തോഷകരമായ കാര്യങ്ങൾ, ഇവിടെ എല്ലാം സന്തോഷത്തിൻ്റെതായ എനർജിയാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണല്ലോ. ഇവിടെ ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറയുന്നത് അത് മറ്റ് ചില ആൾക്കാരുടെ എനർജിയാണത്. ഇപ്പോഴത്തെ എനർജിയാണത്, കറണ്ട് എനർജിയാണത്. ഈ കറണ്ട് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തെ ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയം കഴിയുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, വിക്ടറി ആൻഡ് സക്സസ് ആണ്. നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. ഇവിടെയോ 6 ഓഫ് വാൻസ് നമ്പർ 6 ആണ്. ഇവിടെ ലവേഴ്സിന്റെ നമ്പർ 6 ആണ്. 666 വന്നിട്ടുണ്ട്. 666, 444 ഒക്കെ കാണുന്നവർ ഒന്ന് ക്ലെയിം ചെയ്യണേ. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ ഏറ്റവും പറ്റിയതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങളിവിടെ വിജയം നേടാൻ പോകുന്നു. നമ്മൾ പറഞ്ഞില്ലേ, അതോറിറ്റി പവറിലേക്ക് വരുന്നുണ്ട്, ലൈഫിന് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, അതുപോലെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? കണ്ടില്ലേ, ഈ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ അത് തന്നെയാണ് 6 ഓഫ് വാൻസിന്റെ എനർജി. വളരെ വലിയൊരു സക്സസ്സിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ആ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിജയിയായി മാറാൻ സാധിക്കുന്നു. ഓറയൊക്കെ ഇവിടെ ക്ലിയർ ആവുന്ന കണ്ടില്ലേ. ഇത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ പ്രയത്നിച്ചിട്ടുള്ളതാണ് എങ്കിൽ ഇത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പ്രയത്നം ഉണ്ടാവണം. എന്തിനും പ്രയത്നം ഉണ്ടാവണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് വേണ്ടത്. അത് ഈ ഒരു സക്സസിന് വേണ്ടത് എന്താണ്? പ്രയത്നമാണ്. വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും വരില്ല. വെറുതെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും വന്നു ചേരില്ല. നമുക്ക് വേണ്ടത് എന്താണോ അതിനെ തെരഞ്ഞു പിടിച്ച് അതിനെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കൂ. ഇവിടെ വളരെ വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് വാൻസും വിക്ടറി ആൻഡ് സക്സസും അല്ലേ. ഇനി ഗണപതി ഭഗവാന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ. ഭഗവാൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന റെവലേഷൻ ആണ്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയം സംഭവിച്ചു, അതൊക്കെ അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല.
പക്ഷേ ഈ ഒരു സമയത്ത് പല വിധത്തിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റിയാലിറ്റി, നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നു. നമ്പർ 6 ആണ്, കണ്ടില്ലേ? ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും ജീവിതത്തിൻ്റെ തന്നെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സക്സസ്സിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങളിവിടെ എനർജറ്റിക് മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങളിൽ പലരും വളരെയധികം എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനൊരു കടിഞ്ഞാണിടുക, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്ത സമയം കളയാൻ പാടില്ല, സമയത്തെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ പഠിക്കുക. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് എനർജി നേടി മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അച്ചീവ്മെൻ്റ് ആണ്, നേട്ടം ലഭിക്കും. നിങ്ങൾക്ക് നമ്പർ 6 ആണ്, കണ്ടില്ലേ? ഇവിടെ നമ്പർ 8 ആണ്, ബ്ലെസ്സിങ്സ്. നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട്, നിങ്ങൾ അബണ്ടൻ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഏത് കാര്യത്തിലായാലും ധാരാളമായിട്ട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരും. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഫെയിം ഫൗണ്ടേഷൻ ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അതോറിറ്റി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നത് കൊണ്ട് മാത്രമാണ്. സെലിബ്രേഷന് പങ്കെടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവാനുഗ്രഹം കൊണ്ടാണ്. ഇവിടെയോ ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും ചേഞ്ച് വരാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ഇവിടെയോ അച്ചീവ്മെൻ്റ് ആണ്, അല്ല? നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളിപ്പോൾ എന്ത് അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണോ പരിശ്രമിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.